നവോത്ഥാന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു നവകേരളമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അത് യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷത്തിനേ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടർച്ചയായി രണ്ടാമതും അധികാരത്തിൽ വരാനായി പ്രായാധിക്യം പോലും അവഗണിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തതിന് പ്രധാന കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർഭരണം അപകടമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ ജീവിതത്തിൽ പാലിച്ചും ലളിതമായ ജീവിതം നയിച്ചും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകർഷകനായും സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിനു വേണ്ടി സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ കർമ്മോത്സുകനായി പ്രവർത്തിച്ച സാനുമാഷ് സമൂഹത്തിൻ്റെ ആകെ ഊർജമായിരുന്നു. എന്താണ് മാഷിനെ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ വേറിട്ട വ്യക്തിത്വമാക്കി നിലനിർത്തിയ പ്രത്യേകത? മാഷ് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ ആക്രമിച്ചാൽ വലതുപക്ഷത്തിൻ്റെ കയ്യടിയും പൊതുസ്വീകാര്യതയും ഏറും. മാഷ് ഒരിക്കലും ഇടതുപക്ഷത്തെ കരിവാരി തേച്ച് സ്വന്തം യശസ് തിളക്കിയെടുക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെ വ്യാജരീതികൾ ഉപയോഗിച്ച് തിളക്കിയെടുക്കേണ്ടതില്ലാത്ത ഭദ്രമായ സ്ഥാനം തനിക്ക് പൊതുസമൂഹത്തിലുണ്ടെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതില്ലാത്തവർക്കാണ് തങ്ങൾ ഇവിടെയുണ്ട് എന്നറിയിക്കാൻ മറിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണഘട്ടത്തിൽ സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട് പ്രൊഫസർ എം കെ സാനുമാഷ്. എത്ര അന്തസ്സോടെയാണ് മാഷ് ആ പദവിയിൽ ശോഭിച്ചത് എന്നും ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിൽ വർഗീയ ശക്തികൾ മുതൽ സാമ്രാജ്യത്വ ശക്തികൾ വരെ ഒറ്റക്കെട്ടാണ്. ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാനുതകുന്ന ഒരു വാക്കെങ്ങാനും തൻ്റെ വായിൽ നിന്നും വീണുപോയാൽ അത് ആ വിശാല ശത്രുപക്ഷത്തിനുള്ള ആയുധമാവും എന്നറിയാനുള്ള രാഷ്ട്രീയ വിവേകം സാനുമാഷക്ക് എന്നും ഉണ്ടായിരുന്നു.